ചേട്ടാ അവിടെ നിൽക്കുക ട്രൈപ്പോഡ് മാറ്റാം പയ്യെ 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 ഉള്ളിലേക്ക് കയറാൻ പോട്ട് 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 പോട്ടെ 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 പയ്യെ 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 പോട്ടെ 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 കയറിച്ചോട്ട് പയ്യെ ഇറക്കി കൈയോട് കൈയോട് അവിടെ നമുക്ക് വീഡിയോ ബാക്കുവാ Signal!
പ്രിയപ്പെട്ട സഖാക്കളെ, ഇത്തരത്തിൽ അടിയന്തരമായി ഈ ഒരു സമരം ഇവിടെ നടത്തേണ്ട സാഹചര്യം എന്താണെന്ന് ഇവിടെ ഇരിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും അറിയാം. വലിയ രീതിയിലുള്ള നീറ്റിനകത്ത് നടത്തിയിട്ടുള്ള ക്രമക്കേടുകൾ ശക്തമായി എതിർത്തുകൊണ്ടാണ് അത് ഇന്ന് ആ പരീക്ഷ റദ്ദ് ചെയ്യുന്ന സാഹചര്യം വരെ ഉണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് SFI ഇത്തരത്തിലേക്ക് ഒരു സമരം സംഘടിപ്പിച്ചത്. ഇവിടെ സമരം സംഘടിപ്പിക്കുമ്പോഴും ഇവിടെ ഓഫീസിനകത്തുള്ള ചില ഉദ്യോഗസ്ഥരുണ്ട്. പോലീസിനെ ഇറക്കി അങ്ങ് SFI അങ്ങ് ഉണ്ടാക്കി കളയാന്നുള്ള ധാരണയിൽ ചില ഏവന്മാർ ഈ AJS ഓഫീസിനകത്തുണ്ട്. ഏത് പോലീസല്ല പട്ടാളം വന്നാലും SFI ഇതിനകത്ത് മാർച്ച് അവസാനിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ ഇവിടെ ഇരുന്ന് അവസാനിപ്പിക്കും. അതാണ് SFI പാരമ്പര്യം, അതാണ് SFI ചരിത്രം. ചില പോലീസുകാർക്ക് ഹാലായിട്ടുണ്ട്. ഇതിനു മുമ്പ് നടന്ന ചില കാര്യങ്ങളൊന്നും ഈ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നടന്ന പല കാര്യങ്ങളും ഞാൻ പോലീസുകാരെ ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എല്ലാ പോലീസുകാർക്കും നല്ല നിഗമനം ഉണ്ടാവുമല്ലോ.
അതിനെതിരെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചുകൊണ്ടാണ് SFI ഈ രൂപത്തിനകത്ത് സമരത്തിലേക്ക് വന്നിട്ടുള്ളത്. ഈ സമരത്തിന്റെ അധ്യക്ഷനായിട്ട് SFIയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റായിട്ടുള്ള സഖാവ് വിജയ വിമലിനെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ജില്ലാ സെക്രട്ടറി നന്ദൻ സൂചിപ്പിച്ചതുപോലെ ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങൾ തകർത്തെറിഞ്ഞുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഈ നിലയിലേക്ക് നീറ്റ് പരീക്ഷ റദ്ദാക്കുന്ന ഒരു നില സ്വീകരിച്ചിട്ടുള്ളത്. ഇതൊരു പുതിയ അല്ലെങ്കിൽ ആദ്യമായല്ല ഇത്തരത്തിലേക്കൊരു സംഭവം സംഭവിക്കുന്നത്. കേന്ദ്ര സർക്കാർ കേന്ദ്ര ഏജൻസി നടക്കുന്ന ഇത്തരത്തിലേക്കുള്ള ഒട്ടനവധി കഴിഞ്ഞ തവണയുമൊക്കെ നമ്മുടെ നാറ്റ് പരീക്ഷ റദ്ദാക്കുകയും നെറ്റ് പരീക്ഷയുടെ ഒട്ടേറെ അത് റദ്ദാക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ രാജ്യത്തിൻ്റെ അകത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കുവാനായിട്ടുള്ള വലിയ ശ്രമങ്ങളാണ് ഈ കേന്ദ്ര സർക്കാർ നടക്കുന്നത്. അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് SFI നടത്തുന്നത്. ഈ സമരം സംസ്ഥാന സെക്രട്ടറി സഖാവ് സഞ്ജീവനെ സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ള വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, സഖാക്കളെ, തിരുവനന്തപുരത്ത് ഇന്ന് ഈ മാർച്ച് സംഘടിപ്പിക്കാനുള്ള സാഹചര്യം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. രാജ്യത്ത് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ എഴുതിയ പരീക്ഷയാണ് നീറ്റ് പരീക്ഷ. ആ നീറ്റ് പരീക്ഷ അതിൻ്റെ ചോദ്യപേപ്പർ സ്വകാര്യ കോച്ചിങ് സെൻ്ററുകൾക്ക് ചോർത്തി നൽകിയതിനെതിരെ ആ കോച്ചിങ് സെൻ്ററുകൾക്ക് ചോർത്തി നൽകിയ വിവരം പുറത്തു വന്ന സാഹചര്യത്തിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇന്ന് ഉച്ചയോടുകൂടി വന്ന് പ്രഖ്യാപിക്കുകയാണ്, രാജ്യത്ത് നടപ്പിലാക്കിയ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ കഷ്ടപ്പെട്ട ഒരു വർഷക്കാലം മുഴുവൻ കേരളത്തിലും ഇന്ത്യയിലെ വ്യത്യസ്ത സ്ഥലങ്ങളിലും തങ്ങളുടെ +2 പഠനത്തിന് ശേഷം 1ഉം 2ഉം തവണ റിപ്പീറ്റും റിപ്പീറ്റും അതിൽ കൂടുതൽ തവണ റിപ്പീറ്റും ചെയ്ത് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളോട് ഇന്ന് ഉച്ചയോടുകൂടി പ്രഖ്യാപിക്കുകയാണ്, നിങ്ങളുടെ പരീക്ഷ റദ്ദാക്കിയിരിക്കുന്നു. ഇതേ പരീക്ഷ മെയ് മാസം 6 നടക്കുമ്പോൾ വിചിത്രമായ ഒരു ഉത്തരവ് രാജ്യത്തിൻ്റെ NTA പുറത്തിറക്കിയിരുന്നു. അത് ഇന്ന് സംസ്ഥാനത്ത് രാജ്യത്ത് MBBS പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെയും ശനി ഞായർ ദിവസം, അതായത് ഈ നീറ്റ് പരീക്ഷ നടക്കുന്ന ദിവസങ്ങളിൽ ക്ലാസ് ഉണ്ടാകും. കാരണം എന്താണ് അവർ ഉത്തരമായി പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചപ്പോൾ അതിന് ഉത്തരമായി നൽകിയത്, പരീക്ഷയ്ക്ക് കോപ്പിയടി സംഭവിക്കുന്നു, ആൾമാറാട്ടം സംഭവിക്കുന്നു, അതൊഴിവാക്കാനാണ് നിങ്ങൾക്ക് ക്ലാസ് മുറികളെന്ന്. ആ ക്ലാസ്സുകൾ MBBSകാർക്ക് വെച്ചതിനെതിരെ അന്ന് SFI ഉൾപ്പെടെയുള്ള സംഘടനകൾ സമരം നടത്തി. എന്നിട്ടും അവർ ക്ലാസ്സുമായി മുന്നോട്ട് പോകും. ഞങ്ങൾ ക്ലാസ് ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള മെഡിക്കൽ കോളേജുകളിൽ വിദ്യാർത്ഥികൾ ക്ലാസ്സുകളിൽ വന്നില്ല. എന്നാൽ ഇന്നെന്താ സംഭവിക്കുന്നത്? രാജ്യത്ത് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ എഴുതിയ പരീക്ഷ, അവരുടെ കഷ്ടപ്പാട്, രാവന്തിയോളം പകലും രാത്രിയുമില്ലാതെ മണിക്കൂറുകൾ ഇരുന്നു പഠിച്ച് അധ്യാപകരും അവരുടെ മാതാപിതാക്കളും ഇല്ലാത്ത പണം ചെലവഴിച്ച് നീറ്റിന് പറഞ്ഞയച്ച വിദ്യാർത്ഥികളുടെ ഭാവി ഇന്നത്തോടുകൂടി അറബിക്കടലിൽ വലിച്ചെറിഞ്ഞിരിക്കുന്നു കേന്ദ്ര സർക്കാർ. ആരാണ് ഉത്തരം പറയാനുള്ളത്? കൃത്യം ഒരു വർഷത്തിന് മുന്നെയാണ് രാജ്യത്തെ നെറ്റ് പരീക്ഷ സമാനമായി നിർത്തലാക്കിയത്, റദ്ദാക്കിയത്. ഇതാ AG's ഓഫീസിലെ ഉദ്യോഗസ്ഥർ SSCയും വ്യത്യസ്ത പരീക്ഷകളും UPSCയും സകലമാനവും നടത്തുന്ന രാജ്യത്തെ കേന്ദ്ര സർക്കാർ, അതിനെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന MHRD, അതിന്ന് കൈകാര്യം ചെയ്യുന്നത് സംഘപരിവാറാണ്. ആ സംഘപരിവാർ രാജ്യത്തെ വിവിധ NTA സ്ഥാപനങ്ങൾ എവിടെയാണ് സ്ഥാപിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ അറിയണം. ഈ സംസ്ഥാനത്ത് തന്നെ NTAയുടെ ഒരു സെന്റർ ഉള്ളത് കണ്ണൂർ ബസ് സ്റ്റാൻഡിന്റെ മുകളിലെ ഒരു താൽക്കാലിക വാടക കെട്ടിടത്തിലാണ്. രാജ്യത്തെ ഏറ്റവും സുപ്രധാനമായ പരീക്ഷ നടത്തുന്ന NTAയുടെ സെന്റർ ഏറ്റവും തെറ്റായ നിലയിൽ മനുഷ്യവിരുദ്ധമായി, വിദ്യാർത്ഥി വിരുദ്ധമായി, അങ്ങേയറ്റം ഏറ്റവും വസ്തുതാവിരുദ്ധവും അതിനപ്പുറത്തേക്ക് അഴിമതിയും കൊണ്ടുകാടുന്ന നിലയിലേക്ക് രാജ്യത്തെ കേന്ദ്ര സർക്കാർ ഇത് കൈകാര്യം ചെയ്യുകയാണ്. ഈ കേന്ദ്ര സർക്കാർ നടത്തുന്ന ഏതു പരീക്ഷയിലും ഞങ്ങൾക്ക് വിശ്വാസമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആവർത്തിക്കുന്നു, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പിരിച്ചുവിടണം. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പിരിച്ചുവിട്ട് രാജ്യത്ത് ഏറ്റവും നല്ല നിലയിൽ ക്രമക്കേടൊന്നുമില്ലാതെ ചട്ടങ്ങൾ പാലിച്ച് ഏറ്റവും മാതൃകാപരമായി പരീക്ഷ നടത്താൻ കഴിയുന്ന സ്ഥാപനങ്ങൾ സൃഷ്ടിച്ചെടുക്കണം. അതിന് രാജ്യത്തെ RSSന് കഴിയില്ല. സ്വകാര്യവൽക്കരണവും ഉദാരവൽക്കരണവും പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെ
രാജ്യത്തെ ശാലകളെയും ഇല്ലാതാക്കുന്ന RSSന് അത് കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നു, ഈ വിദ്യാർത്ഥികൾക്ക് അനുഭവിക്കേണ്ടി വന്ന ടോർച്ചർ, മാനസികമായ ബുദ്ധിമുട്ട്, അവരുടെ സാമ്പത്തിക ചെലവ്, സർവ്വതിനും നിങ്ങൾ ഉത്തരം പറയണം. ആ ഉത്തരം പറയാൻ നിങ്ങൾക്ക് ബാധ്യസ്ഥതയുണ്ട്. ആ ബാധ്യസ്ഥതയിൽ നിന്നുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ നിലപാട് ഉണ്ടാകണം. അത് ഏതറ്റം വരെയും സമരത്തിൽ SFI നേടിയെടുക്കും. അങ്ങനെ നേടിയെടുക്കുന്ന സാഹചര്യമാണ് ഈ കേരളത്തിലെയും ഇന്ത്യയിലെയും SFIക്കുള്ളത്. ഒരു കാര്യം ഞങ്ങൾ ആവർത്തിക്കുകയാണ്. യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ഇവിടെ AG's ഓഫീസിലേക്ക് മാർച്ച് നടത്തുമ്പോൾ AG'സിന്റെ മുമ്പിൽ നിങ്ങൾ വെച്ച ബാരിക്കേഡ്, ഈ ഗേറ്റ്, ഇവിടെ വന്നിരിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചത് കൊണ്ട് മാത്രമാണ് അത് രണ്ടും പൊളിച്ചടക്കി ഞങ്ങൾ ഇവിടെ ഇരുന്നത്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നതെങ്കിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ബാക്കി ഉണ്ടാകില്ല എന്ന് ഉറപ്പുവെച്ചായിരിക്കും ഞങ്ങൾ തിരികെ പോവുക. അതുകൊണ്ട് അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ ഓഫീസ് നിലനിൽക്കുന്ന സ്ഥലത്ത് കേന്ദ്ര സർക്കാരിന്റെ ഓഫീസ് എന്ന നിലയിലാണ് സമരം. ഇന്ന് രാജ്യത്ത് 5000 കോടി രൂപയുടെ ഓഡിറ്റ് ഒബ്ജക്ഷൻ നിലനിൽക്കുന്ന കേന്ദ്ര സർക്കാരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഇവിടെയും ഉത്തമ ഉദാഹരണങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ മേഖലയെ സകലമാനതയിൽ സാധാരണക്കാരനായ ഒരു വിദ്യാർത്ഥിക്ക് രാജ്യത്തെ നീറ്റ് പരീക്ഷ ക്വാളിഫൈ ചെയ്ത് പഠിക്കാൻ കഴിയില്ല എന്ന വസ്തുതയാണ് നമ്മളോട് വിളിച്ചു പറയുന്നത്. യഥാർത്ഥത്തിൽ എന്തിനാണ് ഈ NTA-യും നീറ്റിനെയും ഒക്കെ കേന്ദ്ര സർക്കാർ ഇല്ലാതാക്കുന്നത്? ഈ മുഴുവൻ മെഡിക്കൽ കോളേജുകളെയും തകർത്ത് സാധാരണക്കാരായ മനുഷ്യർ, ഡോക്ടർമാരും എഞ്ചിനീയർമാരും ആവരുത് എന്നതിന്റെ ഭാഗമായാണ്. അതുകൊണ്ടാണ് നീറ്റിനെ തകർക്കുന്നത്, അതുകൊണ്ടാണ് UGCയെ തകർക്കുന്നത്, അതുകൊണ്ടാണ് ഈ രാജ്യത്തെ മുഴുവൻ സർക്കാർ സ്ഥാപനങ്ങളെയും ഇല്ലാതാക്കുന്നത്. ഇതാ അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റർ ജനറലിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർക്കും അറിയാം എത്ര നിയമനങ്ങളാണ് രാജ്യത്ത് കേന്ദ്ര സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നടക്കുന്നത്, എത്ര സർക്കാർ മേഖലയിലെ ഇടപെടലാണ് നടത്തുന്നത് എന്നത്. അദാനിക്കും അംബാനിക്കും എല്ലാ കോർപ്പറേറ്റുകളെയും രാജ്യത്തിന് വിലയെഴുതി കൊടുത്തിരിക്കുന്ന ഒരു സർക്കാരിന് ഇത് മാത്രമേ കഴിയൂ. ഇനി പറയാനുള്ളത് ഇവിടുത്തെ ഏമാമാരോടാണ്. ഇവിടുത്തെ ഏമാമാരോടൊരു കാര്യം നിങ്ങളെ ഭരിക്കാൻ പോകുന്നവരെ ചൊല്ലി നിങ്ങൾ പറഞ്ഞേക്കണം. ഇവിടെ ഒരു കാര്യം മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ. കിട്ടിയ അധികം സീറ്റിന്റെയും കിട്ടിയ അധികം വോട്ടിന്റെയും പ്രാബല്യത്തിൽ കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ ഭസ്മീകരിക്കാൻ നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഏഷ്യാനെറ്റിലെ വിനു വി ജോൺ എന്ന മാധ്യമ പ്രവർത്തകനും കേരളത്തിലെ കോൺഗ്രസുകാരും സംഘപരിവാറുകാരും ഒരുമിച്ചിരുന്ന് കേൾക്കണം. 2016 തൊട്ട് 2026 വരെ 10 വർഷം ഏഷ്യാനെറ്റ് ന്യൂസിലെ ലൈബ്രറിയിലേക്ക് ചെന്ന് വിനു വി ജോൺ കേരളത്തിലെ Z+ കാറ്റഗറിയിൽ സുരക്ഷ അനുഭവിക്കുന്ന ഗവർണറായ ആർലേക്കറെയും മുഹമ്മദ് ആരിഫ് ഖാനെയും കേരളത്തിന്റെ തെരുവിൽ ചോദ്യം ചെയ്ത സംഘടന എന്തെന്ന് അന്വേഷിക്കണം. അതുകൊണ്ട് വിനു വി ജോൺ കഴിഞ്ഞ പ്രഭാതങ്ങളിലും സായാഹ്നങ്ങളിലും വന്നിരുന്നു പറയുന്നത് കേട്ടോ, ഇനി SFIയും DYFIയും പുറത്തിറങ്ങും, സമരം നടത്തുമെന്ന്. വിനു വി ജോൺ അറിയാത്ത കാര്യമല്ല എന്നറിയാം. SFI 2016-ലും 2026-ലും ഈ 10 വർഷത്തിലും സമരം ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങോട്ടും സമരം ചെയ്യും. കിട്ടിയ സീറ്റുകളുടെയും കിട്ടിയ വോട്ടുകളുടെയും ബലത്തിൽ 5.5 ലക്ഷം വിദ്യാർത്ഥികളെ പൊതുവിദ്യാഭ്യാസത്തിലേക്ക് എത്തിച്ച, കേരളത്തിലെ സർവകലാശാലകളെ ഉന്നത നിലവാരത്തിലേക്ക് എത്തിച്ച ഇടത് സർക്കാരിന്റെ മുന്നേറ്റത്തെ തടയിടാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ SFI എന്താണെന്ന് കേരളത്തിലുള്ള വലതുപക്ഷം തിരിച്ചറിയും എന്ന് മാത്രം പറയുകയാണ്. അതുകൊണ്ട് ഒരു കാര്യം കൂടി ആവർത്തിക്കുന്നു. കേരളത്തിൽ ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നത്, വരുന്ന 15-ാം തീയതിയാണ് സമാനമായ ഒരു പ്രശ്നം കേരളം നേരിടാൻ വേണ്ടി പോകുന്നത്. 10ാം ക്ലാസിന്റെ പരീക്ഷാ റിസൾട്ട് വരണം, 22-ന് +1+2 റിസൾട്ട് വരണം. നിങ്ങൾ ആരെ തീരുമാനിച്ചാലും പ്രശ്നമില്ല. 15-ാം തീയതിയും 22-ാം തീയതിയും ഈ കേരളത്തിലെ കുട്ടികളുടെ ഭാവി തുലാസിലാവരുത്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ പിരിച്ചുവിടണം. സകലമാന വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്ന കേന്ദ്ര സർക്കാരിനും ഇവിടെ വലതുപക്ഷത്തിന്റെ ഭാഗമായി കോർപ്പറേറ്റുകളുടെയും PR വർക്കിന്റെയും സകല കുത്തൊഴുക്ക് ഫണ്ടുകളുടെ ഭാഗമായി അധികാരത്തിലെത്തിയവരോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, ജനങ്ങളെ മറന്ന് വിദ്യാർത്ഥികളെ മറന്ന് വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ചാൽ ഈ തെരുവിൽ ഞങ്ങളുണ്ട് എന്ന് ആവർത്തിക്കാൻ ഞങ്ങൾ ഈ സമയം ഉപയോഗിക്കുകയാണ്. അതുകൊണ്ട്
നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ പിരിച്ചുവിട്ട് നീറ്റ് പരീക്ഷയിൽ കൃത്യമായ സമീകരണം ഉണ്ടാകണം. അതിന് കൃത്യമായ അവകാശങ്ങൾ വിദ്യാർത്ഥികൾക്കുണ്ടാകണം. വിദ്യാർത്ഥികളെ ക്രൂശിച്ചല്ല നീറ്റ് പരീക്ഷ നടത്തേണ്ടത്. വിദ്യാർത്ഥി അനുകൂലമായ നിലപാട് സ്വീകരിച്ച് നീറ്റ് പരീക്ഷ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിയണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് SFI സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യം. സാറന്മാർ ഇതിനകത്ത്
എന്നൊരു ചൊല്ലുണ്ട്. അതുകൊണ്ട് ആദ്യം കസേര കളികളൊക്കെ കഴിയട്ടെ, കാര്യങ്ങളൊക്കെ നടക്കട്ടെ, ഇതിന്റെ ഉള്ളിൽ ആളുകൾ കസേരയിലും ഇരിക്കട്ടെ. ഞങ്ങൾ ഈ തെരുവോരത്തുണ്ട്, എല്ലാ പോലീസുകാരോടുമായാണ്. പക്ഷേ ഒരു കാര്യം ഞങ്ങൾ ആവർത്തിക്കാം, SFI നിങ്ങൾക്ക് 10 വർഷം മുമ്പുള്ള SFI എന്ന രീതിയിൽ നിങ്ങൾ ക്ലാസിഫൈ ചെയ്യുന്നതായി കാണുന്നുണ്ട്, മാധ്യമ പ്രവർത്തകരും ചെയ്യുന്നതായി കാണുന്നുണ്ട്. അറിയേണ്ടതും പറയേണ്ടതും ഇത്ര മാത്രമാണ്. രാജ്യത്തെ കേന്ദ്ര സർക്കാർ സംഘപരിവാർ വൽക്കരണത്തിന് വേണ്ടി കേരളത്തിലെ ക്യാമ്പസുകളെ ഇല്ലാതാക്കുമ്പോൾ ജയിലറകൾ പുൽകിയവരാണ് ഞങ്ങൾ. നിങ്ങളുടെ അടി ഞങ്ങൾക്ക് അന്നും ഏറ്റിട്ടുണ്ട്. ലാത്തിയടിയുടെ ചിഹ്നം ഇപ്പോഴും ഞങ്ങളുടെ പുറകത്തുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതാണ്. ഒരുപക്ഷെ ഒരു കാര്യം ഞങ്ങൾ അങ്ങോട്ടേക്ക് പറയാം, നിങ്ങൾക്ക് തിരികെ തല്ല് കിട്ടിയിട്ടില്ല 10 വർഷം എന്ന് മാത്രമേ പറയാനുള്ളൂ. അതുകൊണ്ട് സമരം ചെയ്യാത്ത നിലയിലൊന്നും ഞങ്ങൾക്കില്ല. പ്രദീപ് കുമാർ ഭരണം മാറി നോക്കി പറഞ്ഞല്ലോ, ഇവിടുത്തെ പോലീസിന് സമയം ഞങ്ങൾ ഒരുപാട് തരാം. ഞങ്ങൾ ഒരുപാട് തവണയായി കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പോരാടിയതാണ്. അത് ഞങ്ങൾ മറന്നിട്ടൊന്നുമില്ല. ഇപ്പോൾ ഞങ്ങളുടെ കുട്ടികളെ ഞങ്ങളുടെ കണ്ടിട്ട് വല്ലാതെ തല്ലാറുണ്ടെങ്കിൽ അതിന് വെറുതെ ഇട്ടുതരാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ഭരിക്കുന്നു, വിദ്യാർത്ഥികൾക്കെതിരെ നിലപാടെടുക്കുന്നു. ഈ സർക്കാർ ഈ കോർപ്പറേറ്റുകൾക്ക് വിദ്യാഭ്യാസ മേഖല എഴുതി കൊടുക്കുന്ന നിലപാടുകളുമായാണ് മുന്നോട്ട് വരുന്നതെങ്കിൽ ശക്തമായ സമരങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് അതായിരുന്നു ഇങ്ങോട്ടേക്കില്ല. അതുകൊണ്ട് ഈ സമരം, ഈ തുടരുന്ന സമരം സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലേക്കും വ്യാപിപ്പിക്കുന്ന വിധത്തിലേക്ക് SFI തീരുമാനിച്ചിട്ടുണ്ട്. നടത്തിയവർക്ക് വേണ്ടി നീറ്റ് പരീക്ഷ കൃത്യമായി നടത്താനും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പിരിച്ചുവിടാനും ആവശ്യമാണ്.
തിരിച്ചു പോകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സമരം അവസാനിച്ചു, മുഴുവൻ സഹാക്കളും പിരിഞ്ഞു. ഒരുപാട് സന്തോഷം. കുറച്ച് നടന്നോ, കുറച്ച് നടന്നോ. ചേട്ടാ അവിടെ നിൽക്കുക, ട്രൈപ്പോഡ് പയ്യെ 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 ഉള്ളിലേക്ക് കയറാൻ പോട്ട് 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 പോട്ടെ 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 പയ്യെ 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 പോട്ടെ 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 കയറിച്ചോട്ടെ കയറിച്ചോട്ടെ പയ്യെ ഇറങ്ങി പയ്യെ കൈയോട് കൈയോട് അവിടെ നമുക്ക് ബാക്കുവാ
പ്രിയപ്പെട്ട സഖാക്കളെ, ഇത്തരത്തിൽ അടിയന്തരമായി ഈ ഒരു സമരം ഇവിടെ നടത്തേണ്ട സാഹചര്യം എന്താണെന്ന് ഇവിടെ ഇരിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും അറിയാം. വലിയ രീതിയിലുള്ള നീറ്റിനകത്ത് നടത്തിയിട്ടുള്ള ക്രമക്കേട് ശക്തമായി എതിർത്തുകൊണ്ടാണ് അത് ഇന്ന് ആ പരീക്ഷ റദ്ദ് ചെയ്യുന്ന സാഹചര്യം വരെ ഉണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് SFI ഇത്തരത്തിലേക്കൊരു സമരം സംഘടിപ്പിച്ചത്. ഇവിടെ AGS ഓഫീസിനകത്ത് സമരം സംഘടിപ്പിക്കുമ്പോഴും ഇവിടെ ഓഫീസിനകത്തുള്ള ചില ഉദ്യോഗസ്ഥരുണ്ട്.
പോലീസിനെ ഇറക്കി അങ്ങ് SFI അങ്ങ് ഉണ്ടാക്കി കളയാന്നുള്ള ധാരണയിൽ ചില ഏവന്മാർ ഈ AJS ഓഫീസിനകത്തുണ്ട്. ഏത് പോലീസല്ല പട്ടാളം വന്നാലും SFI ഇതിനകത്ത് മാർച്ച് അവസാനിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ ഇവിടെ വന്ന് ഇവിടെ ഇരുന്ന് അവസാനിപ്പിക്കും. അതാണ് SFIയുടെ പാരമ്പര്യം, അതാണ് SFIയുടെ ചരിത്രം. ചില പോലീസുകാർക്ക് ഹാങ് ആയിട്ടുണ്ട്. ഇതിനു മുമ്പ് നടന്ന ചില കാര്യങ്ങളൊന്നും ഈ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നടന്ന പല കാര്യങ്ങളും ഞാൻ പോലീസുകാരെ ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എല്ലാ പോലീസുകാർമാർക്കും നല്ല നിഗമനം ഉണ്ടാവുമല്ലോ. അതിലെതിരെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചുകൊണ്ടാണ് SFI ഈ രൂപത്തിനകത്ത് സമരത്തിലേക്ക് വന്നിട്ടുള്ളത്. ഈ സമരത്തിന്റെ അധ്യക്ഷനായിട്ട് SFIയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റായിട്ടുള്ള സഖാവ് വിജയ വിമലിനെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ജില്ലാ സെക്രട്ടറി നന്ദൻ സൂചിപ്പിച്ചതുപോലെ ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങൾ തകർത്തെറിഞ്ഞുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഈ നിലയിലേക്ക് നീറ്റ് പരീക്ഷ റദ്ദാക്കുന്ന ഒരു നില സ്വീകരിച്ചിട്ടുള്ളത്. ഇതൊരു പുതിയ അല്ലെങ്കിൽ ആദ്യമായല്ല ഇത്തരത്തിലേക്കൊരു സംഭവം സംഭവിക്കുന്നത്. കേന്ദ്ര സർക്കാർ കേന്ദ്ര ഏജൻസി നടക്കുന്ന ഇത്തരത്തിലേക്കുള്ള ഒട്ടേറെ കഴിഞ്ഞ തവണയും ഒക്കെ നമ്മുടെ നാറ്റ് പരീക്ഷ റദ്ദാക്കുകയും നെറ്റ് പരീക്ഷയുടെ ഒട്ടേറെ അത് റദ്ദാക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ രാജ്യത്തിൻ്റെ അകത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കുവാനായിട്ടുള്ള വലിയ ശ്രമങ്ങളാണ് ഈ കേന്ദ്ര സർക്കാർ നടക്കുന്നത്. അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് SFI നടത്തുന്നത്. ഈ സമരം സംസ്ഥാന സെക്രട്ടറി സഖാവ് സഞ്ജീവിനെ സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ള വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, സഖാക്കളെ, തിരുവനന്തപുരത്ത് ഇന്ന് ഈ മാർച്ച് സംഘടിപ്പിക്കാനുള്ള സാഹചര്യം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. രാജ്യത്ത് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ എഴുതിയ പരീക്ഷയാണ് നീറ്റ് പരീക്ഷ. ആ നീറ്റ് പരീക്ഷ അതിൻ്റെ ചോദ്യപേപ്പർ സ്വകാര്യ കോച്ചിങ് സെൻ്ററുകൾക്ക് ചോർത്തി നൽകിയതിനെതിരെ ആ കോച്ചിങ് സെൻ്ററുകൾക്ക് ചോർത്തി നൽകിയ വിവരം പുറത്തു വന്ന സാഹചര്യത്തിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇന്ന് ഉച്ചയോടുകൂടി വന്ന് പ്രഖ്യാപിക്കുകയാണ്, രാജ്യത്ത് നടപ്പിലാക്കിയ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ കഷ്ടപ്പെട്ട ഒരു വർഷക്കാലം മുഴുവൻ കേരള